നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാണ്. നിങ്ങളുടെ നാളെ 1200 കർക്കിടക മാസം 18-ാം തീയതി, അതായത് 2025 ഓഗസ്റ്റ് മാസം 3-ാം തീയതി ഞായറാഴ്ച. നാളെ ഞായറാഴ്ച തൃശ്ശൂർ സൂര്യോദയം 6:18, അസ്തമയം 6:48 നാളത്തെ രാഹുകാലം ഞായറാഴ്ച നിങ്ങൾക്കറിയാം. വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള സമയം, 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം. നാളത്തെ നക്ഷത്രം വളരെ വിശേഷപ്പെട്ട അനിഴം നക്ഷത്രമാകുന്നു. എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു അനിഴം നക്ഷത്രം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ശ്രീ അബ്ദുൽ കലാം, ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇവരൊക്കെ തന്നെ അനിഴം നക്ഷത്രത്തിന് മകുടം ചാർത്തിയ മഹത് പ്രതിഭകളാണ്. അത് വൃശ്ചികം രാശിയാണ്. നരപതി കുലപൂജ്യ, രാജകുലം പൂജിക്കുന്ന വ്യക്തികളാകുന്നു വൃശ്ചികം രാശിക്കാർ. എവിടെ പോയാലും അവർക്കൊരു കസേര കിട്ടും. അങ്ങനെ വലിയ പ്രത്യേകതയുള്ള ഒരു നക്ഷത്രവും രാശിയുമാണ് വൃശ്ചികൻ രാശി. പക്ഷെ പലപ്പോഴും പ്രയാസങ്ങൾ തീരാറില്ല. അലിസസ്യ കലിസദേവ, വൃശ്ചികൻ രാശിക്ക് എപ്പോഴും കലി കാണാം. പ്രയാസങ്ങളിൽ നിന്ന് ഒരു പൂർണ്ണമായ മോചനം കാണാറില്ല. ഇവിടെ നാളത്തെ ദിനം ഏറ്റവും നല്ല ദിനമാണ്. മറ്റൊരു പ്രത്യേകത, നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ദശമി തിഥിയാണ്. ഏറ്റവും നല്ല തിഥിയാണ്. അനിഴം നക്ഷത്രം ദശമി തിഥി വിവാഹ വിഷയമായാലും മറ്റ് നിശ്ചയ വിഷയമായാലും യാത്രയായാലും സൗഹൃദം പുതുക്കാനും ബന്ധുക്കളെ കാണാനും പുതിയ പദ്ധതികൾക്ക് ആരംഭം കുറിക്കാനും അഡ്വാൻസ് കൊടുക്കാനും ഭൂമി വാങ്ങാനും ഒക്കെ തന്നെ നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വീകരിക്കാം. അത്ര നല്ല ഇമ്പാക്റ്റ് ആ അനിഴം നക്ഷത്രവും ദശമി തിഥിയും സാമ്പത്തികമായി വളരെയധികം മേന്മകൾ മേൽക്കൈ നേടാൻ നാളത്തെ ദിനത്തിൽ അനിഴം നക്ഷത്രക്കാരെ സഹായിക്കും. നാളെ 10 മണി മുതൽ 12 മണി വരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും സമയം കണ്ടെത്താവുന്നതാണ്. തിഥി നല്ലതാണ്. നക്ഷത്രം അനിഴം നക്ഷത്രമാകുന്നു. അതിനാൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നാളത്തെ ദിനം വളരെ അനുകൂലമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നാളെ ഞായറാഴ്ചയാണ്. അനിഴം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ശനീശ്വരനാണ്. പൂയം, മലയുടെ ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങളെ ഭരിക്കുന്നത് ശനീശ്വരനാണ്. അതിനാൽ നാളത്തെ ദിനം ഹനുമാൻ ക്ഷേത്രം അല്ലെങ്കിൽ അയ്യപ്പന് നെയ്വിളക്ക് അല്ലെങ്കിൽ നീരാഞ്ജനം ചെയ്യാം. ശനീശ്വരൻ നവഗ്രഹത്തിൽ എള്ളുതിരി കത്തിക്കാം നാളെ. അപ്രകാരം തന്നെ നെയ്വിളക്ക് സമർപ്പിച്ചാൽ വളരെയധികം ഗുണങ്ങൾ ചെയ്യും. ഓം ശം ശനീശ്വരായ നമഃ എന്ന മന്ത്രം വളരെയധികം ഉപകരിക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെ ശോഭനമായ നല്ലൊരു നാളെയെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.